എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ തരുന്നു. കരുണയ ഈശോയെ ശക്തിയായി ഞങ്ങളുടെ തിരക്കാൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, മൗനമായ ദൈവമായ കർത്താവായ ശക്തി വ്യാപരിക്കട്ടെ ദൈവമേ, ഭയത്തിന്റെ ശക്തി വെള്ളത്തിൽ വീഴുവാൻ രാജാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നതിനായി നന്ദി പറയുന്നു. യാത്ര ചെയ്യുന്ന ജീവൻ സഞ്ചാരിയെ എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് ഉള്ളിൽ നല്ല തുടങ്ങിയവൻ അത് പൂർത്തീകരിക്കും, അത് പൂർണ്ണമാക്കും, അത് നിവർത്തിക്കും, അത് ക്രിസ്തുവിന്റെ വരപ്പോളം നിവർത്തിക്കുമെന്ന് ആഗ്രഹിക്കണമേ ദൈവമേ. 24:45 കർത്താവെ ലൂക്കായുടെ അരുളി ചെയ്തല്ലോ, അങ്ങയുടെ വചനം, അവരുടെ വചനം കേൾക്കാൻ വെച്ച വചനം ശ്രവിക്കാൻ മാത്രം കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു കർത്താവെ. തുടർന്ന് വചന പ്രഘോഷത്തിൽ അങ്ങയുടെ ദാസൻ കർത്താവെ സംസാരിക്കുന്ന ലൂക്ക 12:12 ശക്തി അവനിലേക്ക് വ്യാപരിക്കുകയും ഇത് കേട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനം കേൾക്കാനുള്ള കർത്താവിനെ യേശുവിന്റെ ശക്തിയാകുന്ന വചനം കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയം തുറക്കുക, അവരുടെ ഹൃദയം തുറക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും ദൈവമേ. യേശുവിന്റെ നാമം തന്നെ ആമീൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. നമുക്ക് നൽകിയ ആദ്യത്തെ വചനം ഇതാണ്, എഫെസോസ് 6:11 മുതലുള്ള തിരുവചനങ്ങള്. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഇവിടെ കർത്താവിന്റെ അഭിഷിക്തൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ പ്രേരിപ്പിക്കപ്പെട്ട് എഴുതിയ വചനമാണ്. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെയാണ് പടവെട്ടുന്നത്. ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നു. നമ്മൾ അമേരിക്കയുടെ കൂട്ടായ്മ കുറച്ചു പേരേ ഉള്ളൂ. എത്ര പേരുണ്ടെന്നുള്ളതല്ല, ഈ കൂട്ടായ്മയിൽ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് തടസ്സമായി എഴുന്നേറ്റ് വരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണെന്ന് വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. നമ്മൾക്ക് ഒരു വ്യക്തി പറയുകയാണ്, ഈ കൂട്ടായ്മയിൽ എനിക്ക് പങ്കുകൊള്ളുവാൻ താല്പര്യമില്ല. ചിലപ്പോൾ നമ്മളൊരു ധ്യാനത്തിന് പോകാൻ വേണ്ടി ഒരാളോട് നിർബന്ധിക്കുക, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് വിടുതൽ നടക്കേണ്ടതായിട്ടുണ്ട്. ധ്യാനത്തിന് പോകാൻ വേണ്ടി ആ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, എനിക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്ക് ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമില്ല. നമ്മളൊരു അഭിഷിക്തനായ ശക്തനായ ഒരു കർത്താവിന്റെ വചന പ്രഘോഷകന്റെ ശുശ്രൂഷയ്ക്ക് പറഞ്ഞു വിടാൻ പോകുമ്പോൾ ഉള്ളിൽ ഒരു ശക്തി തോന്നിക്കുകയാണ്, എനിക്കതിന് താല്പര്യമില്ല, എന്തോ എന്നെ പുറകോട്ട് വലിക്കുന്നു.
അതിലെനിക്ക് താല്പര്യം തോന്നുന്നില്ല. ആ താല്പര്യം തോന്നുന്നില്ല എന്ന് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ആധിപത്യമാണ്. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഈശോ തരുന്ന ആദ്യത്തെ സന്ദേശം ഇതാണ്: ഹല്ലേലൂയ, കൂട്ടായ്മയിൽ ഈശോയിലേക്ക് കടന്നു വരുവാൻ കർത്താവിന്റെ സ്വാതന്ത്ര്യം. 2 കൊറിന്തോസിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, 2 കൊറിന്തോസ് 3:17 പറയുന്നു, കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. ഈശോയുടെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈശോയുടെ ആത്മാവ് എവിടെയുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ധ്യാന കേന്ദ്രങ്ങളിലും വചനപ്രഘോഷങ്ങളിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുമ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരു വ്യക്തി അനുഭവിച്ചാൽ അവന്റെ ഉള്ളിലുള്ള ആധിപത്യങ്ങൾ തകർന്നിടും. ഈ ഉള്ളിലിരിക്കുന്ന ആധിപത്യങ്ങൾ ആണ് ആ വ്യക്തിയിലൂടെ ശുശ്രൂഷകൾക്കെതിരെ നാമം മഹത്വപ്പെടട്ടെ, യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആരംഭ നിമിഷത്തിൽ തന്നെ ഞാനത് പറയുവാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ ചില സാഹചര്യങ്ങളും അതോടൊപ്പം നമ്മുടെ കർത്താവിന് ശക്തമായ വചനപ്രഘോഷം നയിക്കുന്ന അഭിഷിക്തനായ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനൽ അച്ഛന്റെ ശുശ്രൂഷകളില് ഞങ്ങള് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനും നൽകിയ സന്ദേശം ഇപ്രകാരമാണ്: നമ്മളൊരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഒരു കൺവെൻഷന് അച്ഛൻ ചില രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന സമയത്ത് നാട്ടിലും വിദേശത്തും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. ആ എതിർപ്പുകൾ ഉണ്ടാകുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അവിടെ നിൽക്കുവാൻ സാധിക്കുകയില്ല. വെൻ യു ഹോസ്റ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, നമ്മുടെ എല്ലാ സഫറിങ്സും കർത്താവിന്റെ സാന്നിധ്യം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്വർഗം തരുന്നൊരു വിളിയാണ്. നമ്മുടെ സഹനങ്ങളിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഭൂമിയിൽ ഹോസ്റ്റ് ചെയ്യുക. വെൻ യു ആർ ഹോസ്റ്റിംഗ് ഹിസ് പ്രസൻസ് ഇൻ ദ വേൾഡ്, നമ്മൾ പോലും അറിയാതെ ആ ദേശത്തെ ആധിപത്യങ്ങൾ വിട്ടൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യൂറോപ്പിനെ നോക്കുമ്പോൾ, യൂറോപ്പില് ലോകത്തിലെ ഏറ്റവും അധികം പാപാന്തകാരത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവിടെ വിശുദ്ധ പൗലോസ്ലീഹായും ഈശോയുടെ ശിഷ്യന്മാരെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവർ ജയിലിൽ അകപ്പെടുകയും ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. പക്ഷെ അതിന്റെ മധ്യയെ, ആ സഹനത്തിന്റെ മധ്യയെ ആ ഈശോയുടെ ശിഷ്യന്മാരും ഒക്കെയും അവരെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഇന്ന് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ശുശ്രൂഷയുടെ മധ്യേ തടസ്സങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നീ ഇനിയും കുറെ കൂടി മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായാണ് പടവെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വൽ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകിയ ഒരായുധമാണ് സ്തുതിപ്പിന്റെ ആയുധം. നമ്മൾ സ്തുതിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടും. സഹനത്തിൽ നിന്ന് സ്തുതിക്കുമ്പോൾ, നിന്ദനങ്ങളുടെ മധ്യേ സ്തുതിക്കുമ്പോൾ, പ്രതികൂലങ്ങളുടെ മധ്യേ സ്തുതിക്കുമ്പോൾ അസാമാന്യമായ കർത്താവിന്റെ ശക്തി നമ്മുടെ മധ്യേ വെളിപ്പെടും. നമുക്കിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ സ്തുതിക്കുമ്പോൾ സത്യത്തില് നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തില് പൗലോസ്ലീഹായും സീലാസും വിശ്വാസം പ്രഘോഷിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുമ്പോൾ അവർ തീവ്രവാദികളെ കിടത്തുന്ന ഒരു ജയിലിന്റെ അകത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ കിടന്ന ആ ഒരു പ്രിസൺ, എൻറ്റർ പ്രിസൺ ഹാഡ് ആൻ എർത്ത്ക്വേക്ക്. എല്ലാം ഷെയ്ക്കായി ഇവരുടെ കയ്യിലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീണ് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി, വാതിലുകൾ തുറന്നു വന്ന് നമ്മൾ കാണുന്നു. ഇവരാരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. സഹനത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് ഇവർ പടവെട്ടിയത് ആർക്കെതിരെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പടവെട്ടി. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമുക്കറിയാം, ഞാൻ പണ്ട് ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ പപ്പ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ പപ്പാനെ മോശമായി പറയുന്നതല്ല, എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന സമയങ്ങളിൽ എൻ്റെ അമ്മയും ഞങ്ങള് വീട്ടിലുള്ളവര് അവര് കരിസ്മാറ്റിക് ശുശ്രൂഷകൾക്കൊക്കെ ഒത്തിരിയും എന്നെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ശുശ്രൂഷകൾക്ക് ഞാൻ പോകുന്ന ചില ദിവസങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അവരിലൂടെ വരും. ഞാൻ ഓർക്കും, ദൈവമേ, പുറത്തുനിന്നുള്ള തടസ്സമല്ല, എൻ്റെ വീടിനകത്തുനിന്ന് തന്നെയാണല്ലോ തടസ്സം വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ചില തടസ്സങ്ങൾ വരുന്ന നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും. പക്ഷെ അപ്പോഴും ഓർത്തുകൊള്ളുക, ഈ വചനമാണ് നമ്മുടെ ശക്തി. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയാണ് പടവെട്ടുന്നത്. ഈ വചനം എന്നെ സമാശ്വസിപ്പിച്ച നാളുകളിൽ ഈ വചനത്തിലെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിച്ച് ശുശ്രൂഷയ്ക്ക് കടന്നു പോയപ്പോൾ ഈശ്വൽ പ്രിയമുള്ളവരെ വലിയ അഭിഷേകം കടന്നു വരികയും തിരികെ വീട്ടിൽ വന്നപ്പോൾ
നേരത്തെ കണ്ട വ്യക്തിയല്ല, പൂർണ്ണമായി മാറിയ ഒരു വ്യക്തിയെ കാണുവാനും സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ നമ്മുടെ സുപ്പീരിയേഴ്സിലൂടെ മറ്റു പലരിലൂടെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം തിന്മയുടെ ആധിപത്യങ്ങൾ നമ്മളെ ഭയക്കുന്നു. മറ്റൊരു കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് ആ വ്യക്തികളുടെ ഉള്ളിലെ ആന്തരിക സ്വഭാവം. ഈ രണ്ട് കാരണങ്ങളെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കാരണം കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തനാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യും. ഈശോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു അവസാനത്തെ 3 ഭാഗം. വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. എന്താണ് വിശ്വാസം? എനിക്ക് പ്രാർത്ഥിച്ച കാര്യങ്ങൾ ലഭിച്ചാലും ലഭിച്ചില്ലേലും ഞാൻ കർത്താവിന് വേണ്ടി മുൻപോട്ട് പോകും. പൗലോസ്ലീഹായോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ സീസറിന്റെ മുൻപിൽ നിൽക്കും. എന്നാൽ പൗലോസ്ലീഹ പോയ കപ്പലിനകത്തോട്ട് വലിയ കൊടുങ്കാറ്റടിച്ച് കപ്പല് 4 ചിന്നിച്ചെതറി ഒരു പലക കഷ്ണത്തിലാണ് പൗലോസ്ലീഹ കടലിൽ കിടക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. ആ പലക കഷ്ണത്തിൽ ഒഴുകിയെത്തിയത് മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഇന്ന് ലോകത്ത് എല്ലാവരും പോകുന്ന മാൾട്ട എന്ന് പറഞ്ഞ ആ ഫേമസ് ആയിട്ടുള്ള ആ ദ്വീപിലേക്ക് പൗലോസ്ലീഹ എത്തിപ്പെടുകയാണ്. താൻ പോകാൻ ആഗ്രഹിച്ച സ്ഥലത്തോട്ടല്ല താൻ എത്തിപ്പെട്ടത്, പ്രത്യുത വേറൊരു സ്ഥലത്തോട്ട് സാഹചര്യങ്ങൾ പൗലോസ്ലീഹയെ കൊണ്ടുവന്ന് എത്തിച്ചു. എന്നാൽ പൗലോസ്ലീഹ അവിടെ എത്തിയപ്പോൾ ആദ്യമേ സംഭവിക്കുന്ന പൗലോസ്ലിയുടെ കയ്യേല് ഒരു പാമ്പ് കയറി കടിച്ചു. ഈശോ പ്രിയമുള്ളവരെ ഓർത്തു നോക്കിക്കേ, ഒരു യാത്രയ്ക്ക് പോകുന്നു, യാത്രയിൽ കപ്പൽ തകരുന്നു, ഒരു അപ്പസ്തോലനായ മനുഷ്യൻ, ദൈവം പ്രത്യക്ഷപ്പെട്ട് അയച്ച ഒരു യാത്ര, ദൈവത്തിന്റെ ശക്തി കൂടെയുള്ള ഒരു അഭിഷിക്തൻ, കർത്താവിന് വേണ്ടി വചനം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്ന് അദ്ദേഹം ഒരു പലകപ്രശ്നത്തിൽ കിടന്നുകൊണ്ട് മാൾട്ട എന്ന് പറഞ്ഞ് താൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത്, കിരാതന്മാരുടെ ഒരു സ്ഥലത്തോട് ചെല്ലുകയാണ്. പിശാച് സന്തോഷിച്ചു കാണും, ആധിപത്യങ്ങളും പ്രബുദ്ധങ്ങളും സന്തോഷിച്ചു കാണും, പൈശാചിക ശക്തികൾ അത് കണ്ട് ആഘോഷിച്ചു കാണും. എന്നാൽ അവിടെ ചെന്ന് ആ കിരാതന്മാരുടെ ഇടയിൽ വെച്ച് ഇവനെ തീർത്തു കളയാം എന്ന് പിശാച് പദ്ധതി ഇട്ടപ്പോൾ സ്വർഗം മറ്റൊരു പദ്ധതി ഇട്ടു. എവിടെയാണോ പിശാച് തകർക്കുവാൻ നോക്കിയത് അവിടെ തന്നെ ദൈവത്തിന്റെ രാജ്യത്തിന് ശക്തി വെളിപ്പെടും. കാരണം ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇറ്റ് ഈസ് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. റോമൻസ് 14:17 പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:17. ഈ ഒരു സന്തോഷത്തിൽ പൗലോസ്ലീഹ അവിടെ ശുശ്രൂഷ ആരംഭിച്ചു. കയ്യില് പാമ്പ് കടിച്ചു. അത്രയും നാളും കയ്യിൽ പാമ്പ് കടിച്ചാൽ ആ സെക്കൻഡിൽ ആള് മരിച്ചു വീണും. എന്നാൽ കടിച്ച പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. കാരണം പൗലോസ്ലീഹയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടവൻ വിശ്വസ്തനാണ്, എന്നെ ശൗലായിരുന്നു എന്നെ പൗലോസാക്കി മാറ്റിയവൻ സർവശക്തൻ. ഞാൻ വിളിച്ചവൻ ആരാണെന്നും ഞാൻ വിശ്വസിക്കുന്നവൻ ആരാണെന്നും എന്നെ തെരഞ്ഞെടുത്തവൻ ആരാണെന്നും എനിക്കൊരു ബോധ്യമുള്ളതിനാൽ ഈ പാമ്പിനോ ഈ മാൾട്ടയ്ക്കോ ഈ കപ്പൽ തകർച്ചയ്ക്കോ എന്നെ തകർക്കുവാൻ പറ്റത്തില്ല. എന്നെ വിളിച്ചവൻ അവൻ അന്ത്യത്തോളം എന്നെ നടത്തും എന്ന ശുദ്ധ പൗലോസ്ലീഹയുടെ വിശ്വാസമാണ് പൗലോസ്ലീഹയെ പാമ്പിനെ കുടഞ്ഞു കളയുവാൻ പ്പെടുത്തിയത്. ഈശോയിൽ പ്രിയമുള്ളവരെ, അവിടെ ഒന്നും ആ പാമ്പ് കടിയേറ്റ് പൗലോസ്ലീഹയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. തൊട്ടടുത്ത സെക്കൻഡിൽ ആ ദേശത്തിലുള്ള ആൾക്കാരെല്ലാം പൗലോസ്ലീഹയുടെ കപ്പൽ വന്ന് വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ദൈവപുത്രനായിട്ട് ദൈവത്തിന്റെ അവതാരമായിട്ട് പൗലോസ്ലീഹയെ കാണുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എന്നെ നോക്കരുത്. ആ പ്രതിസന്ധിയുടെ മധ്യേ, താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിന്റെ മധ്യേ പൗലോസ്ലീഹ ജീവനുള്ള ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ താൻ കരങ്ങളിലെടുത്തു. ആ രാജ്യത്തെ മുഴുവനും യേശു ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളിലൂടെ നമ്മളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചിലതിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലാത്ത ചില സാഹചര്യത്തിൽ, ചില ജോലി സ്ഥലത്ത്, ചില രാജ്യങ്ങളിൽ, ചില ദേശങ്ങളിൽ ഈശോ നമ്മളെ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്തെ, ആ ദേശങ്ങളെ, ആ സ്ഥലങ്ങളെ ഈശോയ്ക്ക് വേണ്ടി സ്വന്തമാക്കുവാൻ, ദൈവരാജ്യത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുത്തുവാൻ നമ്മളെ സ്വർഗം ഉപയോഗിക്കുവാൻ വേണ്ടി പോവുകയാണ്. കാരണം ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമോ അല്ല, അത് നീതി, സമാധാനം,
പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പിശാച് എവിടെയാണോ പൗലോസ്ലീഹാനെ തകർക്കുവാൻ നോക്കിയത്, അവിടെ തന്നെ ദൈവിക സംരക്ഷണത്തിനാൽ മാൾട്ടയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്ത് മാൾട്ടയെ മുഴുവനും ഈശോയ്ക്ക് വേണ്ടി സ്വന്തമാക്കി. മാൾട്ടക്കാര് നേരത്തെ ആ ദേശക്കാര് നേരത്തെ തന്നെ പണിതു വെച്ച ഒരു മനോഹരമായ ഷിപ്പേല് താൻ സീസറിന്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്തതായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു. ഈ പൗലോസ്ലീഹയുടെ കൂടെ നിന്ന് ഈശോയാണ് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമുക്ക് വേണ്ടി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഈശോ, നമ്മളെ വിളിച്ച ഈശോ ഇന്ന് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ അമ്മയും ദൈവത്തിന്റെ വചനവും. ഈ രണ്ട് ആയുധങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവവചനത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്വർഗത്തിന്റെ ഇടപെടലുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ വചനം ഇന്ന് നമ്മളോട് കർത്താവ് സംസാരിക്കുന്നു. എഫേസോസ് 5:12 മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ക്കും എതിരായിട്ടാണ് കടവ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് ക്ഷമിക്കാം. കാരണം ആ വ്യക്തിയല്ല, അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ദുരാത്മാവാണ് നമ്മളോട് പല സമയങ്ങളും സംസാരിച്ചത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത സാക്ഷ്യം പോലെ പലപ്പോഴും ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത, നമ്മളെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ തന്നെ തടസ്സങ്ങളായിട്ട് വരുമ്പോൾ ഈശോ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, അത് അവരുടെ ഉള്ളിൽ വസിക്കുന്ന ദുരാത്മ സാന്നിധ്യമാണ്. അല്ലെങ്കിൽ ഏതോ ഒരു പാപത്തിൽ അകപ്പെട്ടപ്പോൾ അവർ പ്രവേശിച്ച ആ പിശാചിന് തുറന്നു കൊടുത്ത വഴിയിലൂടെ പിശാചാണ് അവരിലൂടെ നിന്നോട് സംസാരിക്കുന്നത്. നീ അത് നോക്കാതെ അവരെ ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പിശാചിന്റെ രാജ്യം നിന്റെ മുൻപിൽ തകരും. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ ഒരു തത്വമാണ്, ദൈവരാജ്യത്തിൽ നമ്മൾ താഴ്ന്നു നിൽക്കുമ്പോൾ സ്വർഗം നമ്മളെ ഉയർത്തും. ദൈവരാജ്യത്തിൽ നമ്മൾ എളിമപ്പെടുമ്പോൾ സ്വർഗം നമ്മളെ വലുതാക്കും. ദൈവരാജ്യത്തിൽ തോൽക്കുന്നവനെ സ്വർഗത്തിൽ ദൈവം ഉയർത്തും. ദൈവരാജ്യത്തിൽ തോൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈശോ പഠിപ്പിച്ച ആ പ്രിൻസിപ്പിളാണ് ദൈവരാജ്യത്തില്. ഈശോയുടെ പ്രിൻസിപ്പിളാണത്. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ, മറ്റുള്ളവന്റെ ഉള്ളിലിരുന്ന പൈശാചിക ശക്തികൾ നമ്മൾക്കെതിരെ ആക്രമിക്കുമ്പോൾ അവനെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും അവനെ യേശുവിന്റെ രക്തത്തിനാൽ മുദ്രയിടുകയും ചെയ്യുമ്പോൾ സാത്താന്റെ രാജ്യങ്ങൾ തകരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദൈവരാജ്യം സ്ഥാപിക്കുവാൻ സ്വർഗം തെരഞ്ഞെടുത്ത മക്കളാണ് ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളും. പരിശുദ്ധ അമ്മയുടെ പടയാളികളാണ്. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പരിശുദ്ധ അമ്മ തെരഞ്ഞെടുത്ത ഓരോ മക്കളുമാണ് നമ്മൾ ഓരോരുത്തരും. ആ ബോധ്യമുള്ള ഓരോ മക്കളും ഇരുകരങ്ങളും ഉയർത്തി കർത്താവായ യേശുവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ. ആരാധന ദൈവമേ, യേശുവേ ദൈവമേ, മഹത്വം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വം അങ്ങേക്ക് ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord, praise you Jesus. Thank you Jesus, thank you Lord, thank you Jesus. Hallelujah, hallelujah, hallelujah. We worship you Lord, we worship you. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു ഈശോയെ, അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശഹദല തല 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 തല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. Praise you, praise you, praise you, praise you. Hallelujah, 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 hallelujah. നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഈശോ, 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 ഈശോ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, praise you,
praise you, we worship you, Lord. Oh Thank you, Jesus, we worship you, we Hallelujah, worship you, oh, we worship you, we worship you, Lord. Oh Yeshua, worship you, worship you, we glorify your name, oh Lord. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. 7-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വസിക്കുന്നവന്റെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 17:21, ലൂക്ക 17:21 ഈശോ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമം. ഈശോ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 17:20 ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് ഈശോ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഈശോ പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ മാൾട്ടായി ചെന്നപ്പോൾ പൗലോസ്ലീഹയുടെ കയ്യില് പാമ്പ് കടിച്ച സമയത്ത് വലിയൊരു സഹനമാണത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയ വ്യക്തിയാണ്. എന്നാൽ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹനത്തെ നോക്കി പൗലോസ്ലീഹ കുറ്റപ്പെടുത്തിയില്ല, ദൈവത്തെ പഴിചാരിയില്ല. പൗലോസ്ലീഹയ്ക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, എന്റെ ഉള്ളിൽ ദൈവരാജ്യത്തിന്റെ ശക്തി വസിക്കും. ദൈവരാജ്യത്തിലാണ് ദൈവം നട്ടിരിക്കുന്നത്, ഈശോയുടെ കൂടെയാണ് നട്ടിരിക്കുന്നത്, പരിശുദ്ധ സഭയിലാണ് നട്ടിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ COVID-19 ഭീതിയിലായിരിക്കുമ്പോൾ നമുക്കൊരു ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കണം, പരിശുദ്ധ സഭ എന്ന കത്തോലിക്ക സഭയിൽ ഈശോയെ നമ്മൾ നട്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഭൗതിക ശരീരത്തിലാണ് നമ്മൾ പങ്കാളികളായിരിക്കുന്നത്. ഈ ശരീരത്തിലായിരിക്കുന്ന നമ്മുടെ കൂടെ ഈശോയുടെ ശക്തി വസിക്കുന്നു, ഈശോയുടെ ജീവൻ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെടും. കാരണം നമ്മൾ മുന്തിരിവള്ളിയാകുന്ന കർത്താവുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, മുന്തിരിച്ചെടിയും ശാഖകളും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. എന്താ ഈശോ പറയുന്നത്? ദൈവരാജ്യത്തിൽ നട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ കടന്നു വരുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ ശക്തി വീണ്ടും വീണ്ടും പുറത്തോട്ട് വരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങളും ചില സഹനങ്ങളും പിശാചിന്റെ, നമ്മൾ ആദ്യം കേട്ടതുപോലെ മാംസങ്ങൾക്കും രക്തത്തിനും എതിരെ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും എതിരെയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിയുമ്പോൾ ആ വിത്ത് പൊട്ടിമുളയ്ക്കുമ്പോൾ ആ പൊട്ടിമുളയ്ക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അതിന് മുകളിൽ കല്ല് കാണും, പല പല തടസ്സങ്ങൾ കാണും. എന്നാൽ ഈ തടസ്സങ്ങൾക്കകത്തുകൂടെ അഭിഷേകം വെളിപ്പെട്ട് ആ വിത്ത് ആ തടസ്സങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ് ദൈവരാജ്യം അല്ലെങ്കിൽ ഒരു വൃക്ഷമായി അത് വളർന്ന് 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 വലുതായിത്തീരുന്നത്. നമ്മുടെ പ്രതിസന്ധിക്കകത്തു കൂടെയാണ് പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകള് നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ പോകുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത് പ്രതിസന്ധികൾക്കുള്ളിലൂടെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണ്. ആ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈ കൂട്ടായ്മയെ കരങ്ങളിൽ എടുത്തിരിക്കുന്നത്. ലോകം മുഴുവനും കരുണയുടെ ജപമാലയ്ക്ക് വേണ്ടി ഒരു കൂട്ടായ്മ സ്വർഗം തെരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷം 2019, ഇന്ന് ലോകം മുഴുവൻ COVID-19 വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോവുക. എന്നാൽ 2019 ജനുവരി മാസം തന്നെ സ്വർഗം ഈ ഭൂമിയിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ളവർക്ക് മെസ്സേജ് കൊടുത്തു. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, എന്താ പ്രാർത്ഥിക്കുന്നത്? കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത്, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കും. ഈശോയുടെ പീഡാസഹനം കർത്താവായ യേശു ക്രിസ്തു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവപുത്രനായ ഈശോ കാൽവരി മല മുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം അഴിയുവാൻ തുടങ്ങി, ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം ശൂന്യനാകുവാൻ തുടങ്ങി. ദൈവരാജ്യത്തെ പ്രതി സ്വന്തം ജീവനും രക്തവും പൂർണ്ണമായും തന്റെ മക്കൾക്ക് വേണ്ടി
നൽകി. ആ നൽകിയ പരിഹാര ബലിയിലൂടെ ലോകത്തിലേക്ക് കടന്നു വരുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മൾ പ്രാർത്ഥനയിൽ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിന്റെ അഭിഷേകം ഈ ഭൂമി മുഴുവൻ വ്യാപരിക്കുകയാണ്. ഇന്ന് COVID-19 എന്ന വലിയൊരു ഭീകരമായ അവസ്ഥയിലൂടെ ലോകം ആ ഒരു വൈറസിന്റെ ഭീതിയിൽ കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി ഉള്ള ദൈവമക്കൾ ഈ സാഹചര്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ലോകം തന്നെ ഒരു പുതിയ യുഗത്തിലേക്ക് കയറുന്നത്. ഈശോ ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, തൻ്റെ മക്കള് ഒരേ മനസ്സിൽ, ഒരേ ഹൃദയത്തിൽ, ഒരേ ആഗ്രഹത്തോടെ കൈകോർത്ത് അവർ പ്രാർത്ഥിക്കുക, എല്ലാം മറന്ന് പ്രാർത്ഥിക്കുക, ഈശോയുടെ സന്നിധിയിൽ മുട്ടുമടക്കുക, ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധ സഭയോട് ചേർന്ന്. നമുക്ക് ഇന്ന് കുർബാന കൂടാൻ നമുക്ക് സാഹചര്യമില്ല, നമുക്ക് കുമ്പസാരിക്കാൻ സാഹചര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളോടൊപ്പം വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് നമ്മൾ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ അഭിഷേകം നമ്മൾ ഇറങ്ങി വരികയും നമ്മൾ പ്രാർത്ഥിക്കുന്ന രാജ്യത്തിലേക്ക് അത് കടന്നു പോവുകയും ചെയ്തു. നമ്മൾ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ രാജ്യത്തിലേക്ക് സ്വർഗത്തിന്റെ അഭിഷേകം നമ്മളിലൂടെയാണ് ആ രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഈശോ ഇന്ന് നമ്മളെ നോക്കുകയാണ്, മകനെ നീ കരുണയുടെ ജപമാല ചെല്ലുമ്പോൾ നിന്നിലൂടെയാണ്, നിന്നെ ലോകത്തിന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, പക്ഷെ സ്വർഗം നിന്നെ കാണുന്നത് ആ രാജ്യത്തിന്റെ അംബാസഡർ ആയിട്ടാണ്. നീ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട, ആ അമേരിക്കയിലെ സ്റ്റേറ്റിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സ്വർഗത്തിന്റെ അംബാസഡറായി, ദൈവരാജ്യത്തിന്റെ അംബാസഡറായി ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം നിന്നെ കമ്മീഷൻ ചെയ്തേക്കുവാണ്. അത് വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യത്തിലെ, ആ സ്റ്റേറ്റിലെ ആത്മീയ അന്ധകാരത്തിനും അവിടെയുള്ള അന്ധകാരത്തിലെ പ്രഭുത്വങ്ങൾക്കും അധിപന്മാർക്കുമെതിരെ വീടുകളിലിരുന്ന് നിങ്ങൾ പടപൊരുതുമ്പോൾ ഒരു നാളിൽ കേൾക്കും ആ രാജ്യത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച്. നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും നമ്മളുടെ പ്രാർത്ഥനയിലൂടെ ആ രാജ്യം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനൽ അച്ഛൻ ഒരിക്കൽ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, അച്ഛനോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്. ചില ദേശങ്ങളിൽ പോകുമ്പോൾ, അമേരിക്കയിലെ ശുശ്രൂഷയ്ക്ക് അച്ഛൻ വന്നപ്പോൾ ചില സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. ചില സ്ഥലത്ത് പ്രസംഗിക്കുവാൻ തുടങ്ങുമ്പോൾ അതിശക്തമായ അഭിഷേകം ഇറങ്ങുന്നു, അച്ഛന് വചനം പറയുവാൻ വലിയ കൃപ കിട്ടുന്നു. അപ്പോൾ അതിന്റെ രഹസ്യം എന്നാൽ, അച്ഛൻ അയർലൻഡിൽ വന്നപ്പോൾ അത്രയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ അച്ഛന് സാധിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, മകനെ ഒരു രാജ്യത്തിൽ ആ രാജ്യത്തിന്റെ മക്കൾ എത്രത്തോളം പ്രാർത്ഥനയിലൂടെ വിത്ത് വിതച്ചിട്ടുണ്ടോ അത്രത്തോളം അഭിഷേകം ആ രാജ്യത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർ കടന്നു വരുമ്പോൾ അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. ഈശോയുടെ അഭിഷേകം രാജ്യത്തിൽ വെളിപ്പെടണം. ആ രാജ്യത്തിലുള്ള മക്കൾ എത്രത്തോളം ആ രാജ്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു എന്നതിലാണ്. ചില സ്റ്റേറ്റുകളിൽ കടന്നു വരുമ്പോൾ ആത്മീയ അന്ധകാരമുണ്ട്, എന്നാൽ ചില സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ ഈ അഭിഷേകമാണ്. കാരണം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ സ്റ്റേറ്റിന് വേണ്ടി വർഷങ്ങളായി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുണ്ട്. ഇന്ന് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന ഈശോയിലെ പ്രിയ മക്കളെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം ഉത്തരം തരും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിന്റെ ഉത്തരങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കുന്നുണ്ട്. നമ്മൾ ചെല്ലുന്ന ഓരോ ജപമാല മണികളും അത് അർത്ഥമില്ലാതെ പോകുന്നില്ല. ഓരോ ജപമാലകളും സ്വർഗത്തിൽ നമ്മളെ പൂമാലയായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്, ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്തിലൂടെ നമ്മളായിരിക്കുന്ന ദേശങ്ങളെ, രാജ്യങ്ങളെ കർത്താവ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവരാജ്യത്തിന്റെ ശക്തി ആ ദേശങ്ങളിൽ വെളിപ്പെടുന്നത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യും. നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി രക്ഷകനായ യേശുവിനെ നമുക്കൊന്ന് ആരാധന ദൈവമേ,
മഹത്വം ദൈവമേ. ഹല്ലേലൂയ 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 ഈശോയെ 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 ഹല്ലേലൂയ 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 praise you Jesus. Thank you Jesus. Hallelujah 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 hallelujah. We worship you Lord, we worship you Jesus. Thank you Jesus, thank you Lord. ഓ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണേ ഈശോയെ. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു 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 ഈശോയെ സ്തുതിക്കുന്നു. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു. ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു ഈശോയെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ. ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ആരാധന 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 മഹത്വം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി ഈശോയെ. ഹല്ലേലൂയ ആരാധന ദൈവമേ, സ്തുതി ദൈവമേ, മഹത്വം ദൈവമേ. ഹല്ലേലൂയ 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 Praise you, praise you, praise you, praise you, Jesus, praise you, praise you, Lord, praise you, Lord, praise you, praise you, praise you, Lord, praise you, Jesus, thank you, Jesus, thank you, Jesus, thank you, Lord, thank you, Jesus, thank you, Jesus, thank you, hallelujah, 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 praise you, praise you, Lord, we worship you. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു ദൈവമേ. ഈശോയെ ഈശോയെ അങ്ങയുടെ നാമമല്ലാതെ ഒരു നാമവും ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല ഈശോയെ. ഞങ്ങളെ സ്തുതിക്കുന്നു ഈശോയെ. മഹത്വത്തിന്റെ രാജാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഈ ലോകത്തിലേക്ക് കടന്നു വരണമേ. മഹത്വത്തിന്റെ രാജാവേ എഴുന്നള്ളണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise you, praise you, praise you, praise you, Lord, praise you, Jesus. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ ഈശോയെ നന്ദി ഈശോയെ നന്ദി നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ. Praise you. ഓ ഈശോയെ 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 ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ ആത്മാവിനെ അവൻ ആത്മാവിനെ ദൈവം നൽകുകയാണ്. പറയുന്നു എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. പരിശുദ്ധാത്മാവാം ദൈവമേ കടന്നു വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കണമേ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. മിന്റുവ പാടുന്ന പാടുക. ആത്മാവാം ദൈവമേ വരണമേ, എന്റെ ഉള്ളിൽ വസിക്കണമേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ കത്തിക്കണമേ, എന്നെ അഭിഷേകത്തിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. Is there an improvement? So most of the time when you experience it, just stays there? Okay. Is that what I'm asking? Yeah, no, it turns though, but doesn't. അഭിഷേകം ചെയ്യണമേ, ആത്മീയ
വിശുദ്ധി നൽകണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മാളിക മുറിയിൽ അമ്മയോട് ചേർന്ന് ശിഷ്യന്മാരിരുന്നപ്പോൾ അവരുടെ മധ്യ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു. ആത്മാവാം ദൈവം ഈ കൂട്ടായ്മയെ സ്പർശിക്കുന്നു. ആത്മാവിന്റെ ശക്തിയെ ഓരോ മക്കളെ നിറയ്ക്കുന്നു. പുതിയ മരങ്ങൾ നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1:8 ഈശോ എടുത്തു കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി പ്രാപിക്കും. ജെറുസലേമിലെ യൂദാ മുഴുവൻ, ഇപ്പൊ അമേരിക്കയിലായിരിക്കും ഇങ്ങനെ പറയണം, അമേരിക്കയിലും അമേരിക്കയുടെ ഓരോ സ്റ്റേറ്റുകളിലും ലോകത്തിന്റെ അറ്റത്തോളം ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന അഭിഷേകം തരുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ എന്റെ ഉള്ളിലേക്ക് വരണമേ. ആള് മാറിയതുപോലെ, അതായത് പത്രോസ് പിന്നീട് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ പത്രോസിനെ കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം പത്രോസ് അല്ല അവിടെ സംസാരിച്ചത്, അവിടെ സംസാരിച്ചത് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അവർ പ്രതീക്ഷിച്ചതല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചില അടയാളങ്ങൾ സംഭവിക്കും. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. ദൈവരാജ്യത്തിന്റെ ആത്മാവാണ്. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ആത്മാവ്. ദൈവരാജ്യം ശക്തിയിലൂടെ ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നു. ആ ദൈവരാജ്യത്തിന്റെ ശക്തി ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവ്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവരുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഒരുക്കമുള്ള ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നത്, വിട്ടുകൊടുക്കുവാൻ, എളിമപ്പെടുവാൻ, ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ താല്പര്യമുള്ള മക്കളിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവിന് ഒരുക്കമുള്ള ഒരു ആലയത്തെ അവൻ നോക്കുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിലുള്ള ഒരുക്കമുള്ള മക്കളിലേക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവ് വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. ആരാ ഒരുക്കപ്പെട്ടത്? ഈശോയുടെ തിരുരക്തത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവനാണ് ഒരുക്കമുള്ള ഒരു വ്യക്തി. എന്റെ കഴിവല്ല, എന്റെ യോഗ്യതയല്ല, പാപിയും ബലഹീനനും അയോഗ്യനുമായ ഞാൻ ആ കുരിശിലേക്ക് നോക്കുന്നു. അവിടെ എന്റെ രക്ഷകൻ തൂങ്ങി മരിക്കുന്നത് ഞാൻ കാണുന്നു. തിരുരക്തത്തിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ രക്തത്തിലൂടെ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അവനെ വേദനിപ്പിക്കുവാൻ ഞാൻ ഇനി പാപം ചെയ്യുകയില്ല. അവനെ ദുഃഖിപ്പിക്കുവാൻ ഞാൻ ഇനി പാപത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല. എന്റെ ആലയം വിശുദ്ധമായിരിക്കുവാൻ എന്റെ ആലയത്തിലേക്ക്, എന്റെ ശരീരമാകുന്ന ദേവാലയത്തിലേക്ക് പരിശുദ്ധാത്മാവെ കടന്നു വരണം. പറയുന്ന ഓരോ മക്കളിലേക്കും കറണ്ടടിക്കുന്നത് പോലെ ദൈവശക്തി അവരുടെ ശരീരങ്ങളിലേക്ക് ഈ നിമിഷം വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഈശോ ദൈവമാണെന്നും ഈശോ ഏകരക്ഷകനാണെന്നും പരിശുദ്ധ അമ്മ സഹരക്ഷകയാണെന്നും നരകസർപ്പത്തെ തകർത്തവളാണെന്നും നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ പ്രസംഗിപ്പിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കൂട്ടായ്മ നിറയപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. യേശുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോനെ മഹത്വപ്പെടുത്താം. പിതാവിനെ ആരാധിക്കാം, അവിടുത്തെ ആരാധിക്കാം, ഈശോനെ ആരാധിക്കാം.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കാം. ശക്തി വ്യാപരിക്കട്ടെ ദൈവമേ. നമ്മുടെ കർത്താവായ ജ്ഞാനത്തിന്റെ വെളിപാടുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണ അറിവിലേക്ക് നിങ്ങൾ നയിക്കട്ടെ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നതാണ് അറിയാനും വിശുദ്ധർക്ക് അവകാശമായ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക വിശ്വാസികളാണ് നമ്മൾക്ക് പ്രവഹിക്കുന്ന അവിടെ ആത്മാവിനെ വർഷിക്കണമേ ദൈവമേ. കർത്താവ് 24:49 ലുക്കായുടെ കർത്താവ് അരുളിച്ചത് ഇതായ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കുന്നു നിങ്ങളുടെ മേളിലേക്ക്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ യേശു നന്ദി കർത്താവേ, നന്ദി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം മഹത്വം. യേശുവേ നന്ദി കർത്താവേ, നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1:8 കർത്താവേ അപ്പോസ്തല പ്രവർത്തനം. എന്നാൽ കർത്താവേ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ദൈവമേ. യേശു 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിൽ നിന്ന് ശക്തി നിന്റെ മേൽ ആവാസിക്കും. ലൂക്ക യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. 2:12 നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിന്റെ ആത്മാവിനെ പരിശുദ്ധ ദൈവത്തിന്റെ ആത്മാവിനാണ്. ദൈവം നമുക്ക് നൽകുന്ന വരങ്ങളും ദാനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനാണ്. കർത്താവേ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ദൈവമേ. കർത്താവായ എഫെസ്യർ 3:18-19 ശക്തി വ്യാപരിക്കട്ടെ ദൈവമേ. എല്ലാ വിശുദ്ധരോടൊപ്പം കർത്താവായ യേശുവിന്റെ സ്നേഹത്തിന്റെ രീതികൾ ഒരു വാഴയിൽ നിന്ന് അറിയുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ അറിവിനെ അതിശയിക്കുന്ന കർത്താവായ സ്നേഹത്തിന്റെ ഒരുക്കിയെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ സ്നേഹിക്കുന്നു. ആത്മാവിനെ വർഷിക്കപ്പെടും. യേശുവേ ശക്തി പരിശുദ്ധാത്മാവിനഭിഷേകം തരണേ. എന്നെ മാറ്റണേ. പരിശുദ്ധാത്മാവിനഭിഷേകം തരണേ. സൃഷ്ടിയായി എന്നെ മാറ്റണേ. കർത്താവേ തങ്ങളുടെ തീച്ചൂളയിൽ കർത്താവെ സ്നേഹത്തിന്റെ തീച്ചൂളയിൽ ഒരു യേശുവേ ഞങ്ങളെ കാണുന്നവർ കർത്താവ് യേശുവേ മനസ്സാന്തരപ്പെട്ട ദൈവമേ. സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നോട്ടത്തിൽ അവർ ഇറങ്ങിപ്പോട്ടെ ദൈവമേ. വചനം പ്രഘോഷിക്കേണ്ട ദൈവമേ. കണ്ടാ മതി അവർ മനസ്സാന്തരപ്പെട്ട ദൈവമേ. അനേകം കുടുംബങ്ങൾ അമേരിക്കയിൽ കർത്താവ് യേശുവേ മനസ്സാന്തരത്തിലേക്ക് തെളിക്കാനുള്ള വഴിയാണ് പഴയ കർത്താവായ അനേകം കുടുംബങ്ങളെ നിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കർത്താവായ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ദൈവമേ. അവിടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെ കർത്താവെ സ്നേഹത്തിന്റെ കൃപ നീ നൽകി അനുഗ്രഹിക്കണം ദൈവമേ. അവരായി സംസാരിക്കുന്ന കർത്താവായ മനസാന്തരത്തിന്റെ നീ അനുഗ്രഹിക്കണമേ. ഭാവവും പശ്ചാത്താപവും നൽകി ഒരുപാട് സന്തോഷമുണ്ട് കർത്താവെ. നിന്നെ കണ്ടപ്പോൾ കർത്താവായ മനസാന്തരപ്പെട്ടതാണ്. സ്നേഹത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മഹോന്നതനായ കർത്താവായ യേശുവിലേക്ക് ആകാശത്തിലെ മനുഷ്യരുടെ മറ്റൊരു നാമവും നൽകപ്പെട്ടല്ല യേശുവിൻ്റെതല്ലാതെ ഹൃദയത്തിൽ വിശ്വസിച്ച് അതിനുകൊണ്ട് ഏറ്റുപറയത്തക്ക ശക്തമായ പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്നത്. സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി. പരിശുദ്ധാത്മ മേലങ്കിയാൽ
പൊതിയപ്പെടട്ടെ. അമ്മേ, അമ്മ ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ. മഹത്വം കർത്താവായ ആത്മാവ് ശക്തമായി ദൈവത്തിന്റെ കർത്താവ് യേശു പരിശുദ്ധൻ യേശുവിന്റെ നാമത്തിൽ മാത്രം കർത്താവേ നന്ദി, യേശുവെ നന്ദി, യേശു The fire of the Holy Spirit, the fire anointing of the Holy Spirit. Lord, we pray for your glorious anointing to release from the head of the crowns of our heads, the soles of our feet. Fill us with your power, Lord. Marinate us with your glorious anointing. Your grace, Lord. We have faith. That we believe in that you had this room, everyone in this prayer camp, you are sick right now. The Lord is going to touch you and He is going to restore your health. I keep getting this word restoration. He is going to restore things back to you. Whatever the devil has stolen from your life, our God is able. He is able to do exceedingly above all that we ask or think, according to His power that is inside of us. Ephesians 3:20. The word is given life and is bringing life unto our soul and our life. God is able to do exceedingly abundantly. ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുമ്പോൾ, നമ്മൾ വ്യാപരിക്കുമ്പോൾ അതിലൂടെ ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നവർ, അതിലൂടെ തരുവാൻ കഴിയുന്ന കർത്താവിന്റെ വചനം പറയുന്നു. എഫെസസ് 3:20 പറയുന്നു, ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചില സ്ഥലത്ത് താന്നു നിൽക്കുമ്പോൾ, ചില സ്ഥലത്ത് നിസ്സാരരായി തീരുമ്പോൾ, ചില സുപ്പീരിയേഴ്സിന്റെ മുൻപിൽ നമ്മളെ ചിലപ്പോൾ അവഹേളിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിന്റെ മധ്യേയും അൽഫോൻസാമയെ പോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മുടെ പുറത്തേക്ക് വരുവാൻ തുടങ്ങും. ഒരു മുകളിൽ കല്ലിരിക്കുന്നത് പോലുള്ള ആ തടസ്സത്തെ ആ വിത്ത് ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും ആ കല്ല് അവിടെ ഉണ്ടെങ്കിൽ ആ കല്ലിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പവർ എങ്ങനെയാണ് വിത്തിന് കിട്ടുന്നത്? The roots will go deeper and deeper. When the roots go deeper, that roots gives that plant the strength to overcome the hurdles. ഒരു പ്യൂപ്പ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ബട്ടർഫ്ലൈയെ നോക്കുക. ആ പ്യൂപ്പ സ്റ്റേജിൽ നിൽക്കുന്ന ബട്ടർഫ്ലൈക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ബ്ലേഡ് എടുത്ത് കീറിക്കളഞ്ഞാല് ആ പ്യൂപ്പ സ്റ്റേജിൽ നിൽക്കുന്ന ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ആ പ്യൂപ്പ അവിടെ മരിച്ചു പോകും. എന്നാൽ ആ പ്യൂപ്പ ആ സ്റ്റേജിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് അതിന് പുറത്തു വരുമ്പോൾ you will see a butterfly. The same principle is applied in the kingdom of God. ഈശോയുടെ വചനത്തിൽ റോമ 8:18 പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നാളെ വരാൻ ഒരു ബട്ടർഫ്ലൈ tomorrow. നീ പുറത്തു വരുന്നത് ഒരു വലിയ മഹത്വത്തിലേക്കാണ്. കർത്താവിന്റെ വചനം 2 കോരിന്തോസിൽ പറയുന്നു, you are wherever the spirit of the Lord is, there is liberty. 3:17 and 18 പറയുന്നു, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ പണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. തൊട്ടടുത്ത വചനമാണ് ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും ശക്തമായ വചനം. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
വചനം എടുക്കാൻ ഈശോ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ മക്കളിലൂടെയാണ് ഈ പ്രപഞ്ചം, എന്റെ മക്കളിലൂടെ പ്രപഞ്ചം വിശുദ്ധീകരിക്കപ്പെടും. അവർ എന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ, അവർ എന്റെ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ എന്റെ രക്തത്തിന് ശക്തിയുണ്ടെന്ന് ഈശോ പറയുകയാണ്. ഈശോ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ചുരുക്കം മക്കളെ ഉള്ളൂ, എങ്കിലും നമ്മുടെ ഈശോയുണ്ട്. 2 3 പേർ എന്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ഈശോ തന്നെയാണ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നത്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൗഖ്യം, ഈ പ്രപഞ്ചത്തിന്റെ വിടുതൽ, ഈ പ്രപഞ്ചത്തിനെ COVID-19 പുറത്തു കൊണ്ടുവരുന്നത് മറ്റാരുമല്ല, ദൈവമക്കളുടെ ഒരേ മനസ്സിലുള്ള പ്രാർത്ഥനയാണ്. ഒരേ ഹൃദയത്തിൽ സഭാവിഭാഗ വ്യത്യാസം ഒന്നും കൂടാതെ ദൈവമക്കൾ പരിശുദ്ധ സഭയോട് ചേർന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് ലോകമെന്നും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകി ഇറങ്ങിയും അവന്റെ കരുണ വെളിപ്പെടും. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി അവനെ ഒന്ന് സ്തുതിക്കാം, രാജാവിനെ ഒന്ന് സ്തുതിക്കാം, അവനെ ഒന്ന് മഹത്വപ്പെടുത്തും. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ 21-ാം വചനം പറയുന്നു, റോമാക്കാർക്ക് ലേഖനം 8:21, സൃഷ്ടിയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി ഈശ്വര പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതിന്റെ മധ്യേ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ദൈവരാജ്യത്തിനൊരു അഭിഷേകമുണ്ട്. നമുക്ക് ഈ നിമിഷം കരുണയുടെ ജപമാല ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. കരുണയുടെ ജപമാല നമ്മൾ ഈ നിമിഷം ചെല്ലുമ്പോൾ, ഓരോ ജപമാലകൾ നമ്മൾ ചെല്ലുമ്പോൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ ഓർത്തെന്ന് പറയുമ്പോൾ ഈശോയുടെ രക്തം നമ്മളായിരിക്കുന്ന രാജ്യത്തെ കഴുകുന്നത് കണ്ടുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് സ്വർഗം നോക്കുവാണ്. ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ ഈശോയുടെ രക്തത്തിന് ഈ ഭൂമിയെ വിശുദ്ധീകരിക്കുവാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? കൊറോണയെ തകർക്കുവാൻ ഈശോയുടെ രക്തത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പിതാവാം ദൈവം ഈ ഭൂമിയെ നോക്കുന്നു. അവൻ തിരയുകയാണ്. ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ? അത് കാണുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി ആ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നെഞ്ചു പിളർന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കരുണയ്ക്ക് വേണ്ടി വിലപിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഈ ഭൂമിയിലേക്ക് കരുണ അയക്കും. ഈശോയുടെ പ്രിയമുള്ളവരെ, അബ്രാഹത്തെ തെരഞ്ഞെടുത്ത ഒരു നീതിമാനെ പ്രതി ആ ദേശത്തെ നശിപ്പിക്കുമെന്ന് പിന്മാറുമെന്ന് പറഞ്ഞ അതേ ദൈവം, ആ ദൈവത്തെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയത് അത് ഒരു വിദൂരസ്ഥനായ ദൈവമായിട്ടാണ്. ഈശോ നമുക്ക് വെളിപ്പെടുത്തിയത് സ്വന്തം അപ്പനായിട്ടാണ്. പ്രവാചകന്മാരിലൂടെ വിദൂരസ്ഥനായി എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ ആ ദൈവം സർവശക്തനാണ്, അവൻ അസാധ്യമായതൊന്നുമില്ല എന്ന് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അവൻ നമ്മളെ പ്രവാചകന്മാർ കാട്ടിത്തന്നു. ഭയഭക്തിയോടെ ദൈവമക്കൾ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. എന്നാൽ ഈശോയിലൂടെ ഒരു സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ ദൈവം നമ്മുടെ പിതാവാണ്. ഈസ് അവർ ഡാഡി, ഈസ് അവർ എവർലാസ്റ്റിംഗ് എവർ ലവിംഗ് ഗോഡ് ഹു ലവ്സ് us unconditionally. നിസ്വാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവപിതാവ്, നിസ്വാർത്ഥമായി നമ്മളെ ദൈവപിതാവ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഈശോയെ, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ലെന്ന് പറയുന്ന മക്കളോട് നോക്കി കർത്താവ് പറയാ, നിനക്ക് യോഗ്യതയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്, ലോകത്തിന് വേണ്ടി വന്നെന്ന് നീ വചനത്തിൽ വായിക്കുന്നു. പക്ഷെ ഐ ഹാവ് കം ടു യു ഇൻഡിവിജ്വലി, നിന്നെ നേടുവാൻ വേണ്ടി തന്നെ വന്നു. ഈശോ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഒരു സ്ഥലത്ത് കുടുങ്ങി കിടക്കുക, ഭക്ഷണമില്ല, ഒന്നുമില്ല, ഒരാൾ വന്ന് നമ്മളെ രക്ഷിച്ച് അതിന് പുറത്തു കൊണ്ടുവരുന്നത് പോലെ നമ്മൾ കുടുങ്ങിക്കിടന്ന പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിന്റെ സകല സൗഭാഗ്യങ്ങളും വിട്ട് ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. സ്വർഗത്തിന്റെ സകല സൗഭാഗ്യങ്ങളും വിട്ട് ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ ഫോർ യു ഓൺലി. നരകം എന്ന അനുഭവം ഒരു വ്യക്തി ഒരാൾ തന്നെ അനുഭവിക്കേണ്ടതാണ്. ആ അനുഭവത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിച്ചെടുത്ത ഒരാൾ,
അതാണ് നമ്മുടെ ഈശോ. നരകത്തിന്റെ അടിത്തട്ടിൽ പോയി കിടക്കേണ്ട ഒരു വ്യക്തിയായ എന്നെ സ്വന്തം മരണത്തിലൂടെ വിമോചിപ്പിച്ചെടുത്ത ആ ദൈവപുത്രന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിൽ ആശ്രയിച്ച് കരുണയുടെ ജപമാല ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണും എന്റെ കർത്താവിന്റെ കരുണ ലോകരാജ്യങ്ങൾ വെളിപ്പെടുന്നത്. നമുക്ക് കരുണയുടെ ജപമാല കരങ്ങളിൽ എടുക്കാം, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച്
ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ സുതരം ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുശരീരവും രക്തവും തിരുരക്തവും ദൈവത്വവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ പിതാവേ മേലും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം ലോകം മുഴുവന്റെ മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ അങ്ങയുടെ വത്സലസുതൻ ഞങ്ങളുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ രക്ഷകനുമായ ഈശ്വരയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കും. ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും ലോകം ലോകം മുഴുവന്റെ മുഴുവന്റെ മേലും മേലും കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ ലോകം മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും ലോകം ലോകം മുഴുവന്റെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, പിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും ലോകം മുഴുവന്റെ ലോകം മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, പിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും ലോകം ലോകം മുഴുവന്റെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും മേലും ലോകം ലോകം മുഴുവന്റെ മുഴുവന്റെ മേലും മേലും കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാൻ, പരിശുദ്ധനായ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ എന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ഈശോയ്ക്ക് നമ്മളെ ഉള്ളൂ. ഈശോയ്ക്ക് വേറെ ആരുമില്ല. ഈശോയ്ക്ക് ഈ ലോകത്തിന്റെ നേതാക്കന്മാരോ രാഷ്ട്രതലവന്മാരോ ഒന്നുമില്ല. ഈശോയ്ക്ക് ഉള്ളത് ഈശോയുടെ മക്കളാണ്. ഈശോയുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈശോ എല്ലാം ഒരുക്കിയത്. എന്നാൽ ഈ ഭൂമിയില് ലോകത്തിന്റെ പാപങ്ങൾ മൂലമുള്ള വേദനകൾ കടന്നു വരുമ്പോൾ മക്കള് വിഷമിക്കരുത്, മക്കള് ഭാരപ്പെടരുത്, മക്കൾ അവിശ്വസിക്കരുത്. പരിശുദ്ധ അമ്മ കാണിച്ചൊരു ദർശനം, അമ്മ കുരിശൻ ചുവട്ടിലിരുന്ന് വിശ്വാസികളായ മക്കളെ പ്രതി അമ്മ കരയുകയാണ്. വിശ്വാസികൾ ഭാരപ്പെടുന്നു. വിശ്വാസികൾ പ്രാർത്ഥിക്കാതെ ലോകത്തെ നോക്കി അവര് കുറ്റം വിധിക്കുകയും ലോകത്തെ നോക്കി പരസ്പരം പഴി ചൊല്ലുകയും ഓരോ കാര്യത്തിനും മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തില് പരിശുദ്ധ അമ്മേനെയും ഈശോനെയും നമ്മൾ വീണ്ടും വീണ്ടും ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന രക്തക്കണ്ണുനീരിന്റെ അടയാളം, ഇത്രമാത്രം വലിയവനായിരുന്ന എൻ്റെ ദൈവം എൻ്റെ ഉദരത്തിലേക്ക് കടന്നു വന്ന് അവൻ ചെറുതായി തീർന്നു. അത്രമാത്രം ചെറുതായി തീർന്നു. അവൻ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് എൻ്റെ ഉള്ളിൽ ഉരുവായി ഞാൻ വളർത്തി വലുതാക്കി ആ പുത്രൻ ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയും ബലിയായി തീർന്നു. ആ ബലിയുടെ യോഗ്യത തിരിച്ചറിയാതെ അവനെ തള്ളിക്കളയുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ ഓർത്ത് അമ്മ കരയുകയാണ്. എന്നാൽ അനേക മക്കൾ ഈ ദൈവപുത്രന് വേണ്ടി ആ യേശുവിന് വേണ്ടി സ്വന്തം ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യത്തിലൂടെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു നൂറ്റാണ്ടിൽ ഏറ്റവും അധികം രക്തസാക്ഷികളെ ഈശോയ്ക്ക് വേണ്ടി നൽകിയ ഒരു രാജ്യം. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന്, ദരിദ്ര കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഈ അടുത്ത കാലത്തും രക്തസാക്ഷികളായിട്ടുള്ള വ്യക്തികൾ, മിഷണറിമാർ അമേരിക്കയിൽ നിന്നുണ്ടല്ലോ. ഈശോ ഇന്ന് അവരുടെയൊക്കെ ആ രക്തസാക്ഷിത്വത്തിന്റെ ആ ഒരു വിലയെ സ്വർഗത്തിന് മുൻപിൽ എടുത്തു പിടിച്ചിട്ടുണ്ട്. സ്വർഗത്തിന് മുന്നിൽ പിതാവിന്റെ മുൻപിൽ എടുത്തു പിടിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് രക്തസാക്ഷികളായ ആയിരങ്ങളുടെ രക്തത്തിന്റെ വില, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായവരുടെ വില ഈശോ പിതാവിന്റെ മുൻപിൽ എടുത്തു പിടിക്കുന്ന ഒരു കാഴ്ച കർത്താവ് ഈ നിമിഷം കാണിക്കുകയാണ്. പാപത്തിന്റെ വലിയ ദുർഗന്ധം വമിക്കുന്ന ഒരു തിരമാല പോലത്തെ അത് ഉയർത്തിക്കൊണ്ട് പിശാചു നിൽക്കുമ്പോൾ അനേക ദൈവഭക്തരുടെ, ഈശോനെ സ്നേഹിച്ചവരുടെ, ഈശോയ്ക്ക് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തവരുടെ, സഹനങ്ങൾ ഏറ്റെടുത്തവരുടെ, ഈശോയ്ക്ക് വേണ്ടി ഒന്നുമല്ലതായി തീർന്നവരുടെ വിശുദ്ധിയുടെ ഒരു വലിയ നിധി തന്നെ പിതാവാം ദൈവത്തിന്റെ മുൻപിൽ യേശു ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന അമേരിക്ക എന്ന രാജ്യത്തെ സ്വർഗത്തിന് വേണ്ടപ്പെട്ടതാണ്, സ്വർഗത്തിന് വിലപ്പെട്ടതാണ്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിന്റെ അരൂപിയെ കാണും. എന്നാൽ ഈ ലോകത്തിന്റെ അരൂപിയോട് പടവെട്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച അനേക മക്കൾ വസിക്കുന്ന ആ രാജ്യത്തെ നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, ഈ ദിവസം തന്നെ ഈശോയുടെ മഹത്വം, ഒരു വലിയ വിശ്വാസ ജ്വലനം അമേരിക്കയിൽ സംഭവിക്കുമെന്ന് നമുക്ക് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുക മക്കളെ, വിശ്വസിക്കുക, ഭയപ്പെടാതിരിക്കുക, ഒന്നിനെയും ഭയപ്പെടരുത്. ഈശോയുടെ ശിഷ്യന്മാർ ഒന്നിനെയും ഭയപ്പെട്ടില്ല, ഒരു രാജാക്കന്മാരെയും അവര് ഭയപ്പെട്ടു. ഹല്ലേലൂയ. അന്തോനീസിന്റെ മാതൃ ശക്തി നിമിഷം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടും. ഈശോയുടെ ശക്തനായ അഭിഷിക്തനായ വിശുദ്ധ അന്തോനീസിന്റെ ശക്തമായ മാധ്യസ്ഥം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടും. അന്തോനീസ് പുണ്യാളനോട് നിരവധി ദിവസങ്ങൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. അന്തോനീസ് പുണ്യാളന്റെ പ്രകടമായ ആ വിശ്വാസ തീക്ഷ്ണത, രാജാക്കന്മാരുടെ മുൻപിൽ യേശു ഏകരക്ഷകനാണെന്ന് പ്രഘോഷിച്ച വിശുദ്ധ അന്തോനീസെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഇറങ്ങി പുറപ്പെട്ട വിശുദ്ധ അന്തോനീസെ ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ. അവിടുത്തെ മാധ്യസ്ഥ ശക്തിയാൽ ഈ കൂട്ടായ്മയുള്ളവർ യേശുനാമത്തിന്റെ ശക്തിയിൽ ഈ നിമിഷം നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 15 വാക്യത്തിൽ പറയുന്നല്ലോ, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കാതെ തന്നെ താഴ്ത്തി. ഈശോ പ്രിയമുള്ളവരെ, ഈശോ ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിലൊക്കെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത് ഈശോയ്ക്ക് വേണ്ടി ചിലത് വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നമ്മൾ ചില
മനുഷ്യരോട് ക്ഷമിക്കുമ്പോൾ ഈശോയോട് ചേർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവർ ദൈവവുമായി സമാനത നിലനിർത്തേണ്ട ഒരു കാര്യം പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ പൂർണ്ണമായും ദൈവമായിരുന്നു. സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, സകലത്തിന്റെ മേലും അധികാരമുള്ള, സകലത്തെയും അടക്കി വാഴുന്ന, സമുദ്രങ്ങളെ പിളർത്തിയ അതേ സർവശക്തനായ ദൈവം തന്നെയാണ് കാൽവരി മലമുകളിൽ നമ്മുടെ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ ഒരു പരാജയപ്പെട്ട മനുഷ്യനെ പോലെ കാൽവരി ഉയർത്തപ്പെട്ടത്. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. കുരിശുമരണം ദൈവത്തിന്റെ പരാജയമല്ല, കുരിശുമരണം ദൈവത്തിന്റെ വിജയമാണ്. ആകയാൽ ദൈവം അവനെ ഉയർത്തി, അത്യധികം ഉയർത്തി, എല്ലാ നാമത്തെക്കാൾ ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഈ ഈശോയുടെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, എല്ലാ ആധിപത്യങ്ങളെയും അവൻ നിരായുധമാക്കി. തൊട്ടടുത്ത ലേഖനത്തിൽ പൗലോസ് പറയുന്നു, 2 കൊളോസോസ് 2:11 10 പറയുന്നു, 15 പറയുന്നു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ മനുഷ്യന്റെ ആകൃതിയിൽ കാണപ്പെട്ട ദൈവം തന്റെ മരണത്തിലൂടെ പൂർണ്ണമായി മനുഷ്യനായി കടന്നു വന്ന, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവം തന്റെ മരണത്തിലൂടെ ഈ ഭൂമിയിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്ത ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് ഈ കൂട്ടായ്മയിൽ നിറയപ്പെടുമ്പോൾ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈ ദൈവമക്കളുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നെന്ന് കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുത്തെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ കൊറോണ ഒരു നന്മയ്ക്കായി പരിണമിപ്പിക്കും, അല്ലെങ്കിൽ രൂപാന്തരപ്പെടും, ട്രാൻസ്ഫോം ആകും എന്ന് വിശ്വസിക്കുന്ന മക്കളുണ്ടോ എന്ന് പരിശുദ്ധ അമ്മ നോക്കുകയാണ്. ഈ കൊറോണ വൈറസ് COVID-19 ലോകത്തെ തകർക്കുന്നു. എന്നാൽ ഇതിന്റെ മധ്യേ വലിയൊരു ക്രിസ്തീയ ഉണർവ്, കത്തോലിക്ക സഭ പുതിയൊരു യുഗത്തിലേക്ക് കയറുന്നത് എത്ര മക്കൾക്ക് ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നു എന്ന് സ്വർഗം നോക്കുകയാണ്. എത്ര ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് അത് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു യുഗത്തിലേക്ക് സഭയെ സ്വർഗം എടുത്തുകൊണ്ട് പോകുകയാണ്. സ്വർഗത്തിലെ സകല ദൂതന്മാരും, സകല വിശുദ്ധ മിഖായേലും, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ഈ നിമിഷം സ്വർഗം കാലഘട്ടത്തിലേക്ക് സ്വർഗം എടുത്തുകൊണ്ട് പോകുന്നു. ഈശോ എഴുതി കാണിക്കുന്നു, യോഹന്നാൻ 17:22 വചനത്തിന്റെ അഭിഷേകം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഞാൻ അവരിലും എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇന്ന് ഈശോ നൽകുന്ന വചനമാണിത്. ഈശോ പ്രിയമുള്ളവരെ, അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. ഈ ദൈവകരുണയുടെ അമേരിക്കയുടെ കൂട്ടായ്മയെ പിതാവാം ദൈവം പുത്രന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് ഒന്നാക്കിയിരിക്കുന്നു. അവന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീടുകളിൽ നിറയപ്പെടുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ ആ രാജ്യത്തെ ഒരിക്കൽ കൂടി എടുത്തു പിടിക്കാം. അമേരിക്കനെ എടുത്തു പിടിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെ എടുത്തു പിടിക്കാം. ഈ നിമിഷം ഈശോയിൽ നിന്ന് അകന്നിരിക്കുന്ന ഏതെങ്കിലും കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും ഈശോയുടെ കരുണയിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
you, Luke Jesus. 10 Praise you. verse 19. Praise The you, power of Jesus. God Praise you. is manifesting right now in and around you. യേശുവിന്റെ യേശുവേ നന്ദി കർത്താവേ നന്ദി യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah, hallelujah, യേശുവേ hallelujah. യേശുവേ 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 Hallelujah, 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 അഭിഷേകം ഈ hallelujah. നിമിഷം വെളിപ്പെടുന്നു. Praise ഈശോയെ you, praise കുടുംബത്തിൽ you, praise you. ഹല്ലേലൂയ ഹല്ലേലൂയ മക്കളെ Hallelujah. കരുണയുടെ ഈശോയെ, ചേർത്തിരിക്കുന്നു. ഈശോയെ, അഭിഷേകം ചേർത്തിരിക്കുന്നു വ്യാപരിക്കുന്നു. ഈശോയെ. മക്കളെ കർത്താവിൽ Hallelujah, hallelujah, ദൂരത്തിലായിരിക്കുന്ന hallelujah, മക്കൾക്ക് hallelujah, യേശുവേ hallelujah. Praise you, praise you, Lord. ദൂരത്തിലായിരിക്കുന്ന Praise you, മാതാപിതാക്കൾക്ക് Jesus. കർത്താവിൽ Worship you, Lord. കരങ്ങൾ Worship you, ഉയർത്തി കർത്താവിനെ Jesus. സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. Hallelujah, ഹല്ലേലൂയ, hallelujah, ശക്തമായ hallelujah, ആത്മാവിൽ hallelujah. വ്യാപരിക്കുന്നു. Hallelujah, ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ, hallelujah, പരിശുദ്ധാത്മാവിനെ hallelujah, hallelujah, ഇസ്രായേലിന്റെ hallelujah. പുതിയൊരു ഈ സിംഹാസനത്തിന് Hallelujah, കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കപ്പെടുവാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധൻ വചനാഭിഷേകം, ഹല്ലേലൂയ കൃപാവരങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ ഭാഷാവരം, വെളിപ്പിന്റെ യേശു വരം, യേശു അതുപോലെ യേശു രഹസ്യങ്ങൾ ഹല്ലേലൂയ അറിയുന്നു. ഈശോയുടെ കരുണയിൽ ഈ നിമിഷം സ്വർഗ്ഗത്തിനായി ഇത് തരുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ മഹത്വപ്പെട്ട കർത്താവേ, hallelujah, മഹത്വപ്പെട്ട അങ്ങ് hallelujah, പരിശുദ്ധൻ hallelujah, പരിശുദ്ധൻ hallelujah, പരിശുദ്ധൻ hallelujah, 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 hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ഞങ്ങൾ അങ്ങ് Praise the Lord. സ്തുതിക്കുന്നു, 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 യേശുവേ നന്ദി, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രവർത്തിക്കുന്ന ആത്മാവാണോ സത്യത്തിന്റെ ആത്മാവാണോ തിരിച്ചറിയുവാനുള്ള വിവേചനത്തിന്റെ വരവും അവന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ, ഹൃദയ രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് ഈശോയോട് ചേർന്നിരിക്കുന്ന പറ്റിയിരിക്കുന്നവർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കും. നിങ്ങളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ, ഒരു ട്രാമൽ യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തി കടന്നു പോകുന്ന ചില മേഖലകളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ജോലിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതിന് അവരുടെ ഉള്ളിലെ വേദനകളെ, വിഷമങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുത്തി തരും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവർ തന്നെ നമ്മുടെ അടുത്ത് വന്ന് പറയും, എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അത്തരത്തിൽ ആത്മാക്കളെ നേടുന്ന മറ്റൊരു കൊച്ചു ത്രേസ്യയാകുവാൻ ഈശോ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ തന്നെ എടുത്തു മറ്റൊരു കൊച്ചു ത്രേസ്യയാകാൻ. കൊച്ചു ത്രേസ്യ പുണ്യാളത്തി ഒരു കോൺവെന്റിന്റെ 4 അതിരുകൾക്കകത്ത് ഒറ്റപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ അതിനകത്ത് ദൈവരാജ്യത്തിന്റെ ശക്തിയെ ആ വിശുദ്ധ വെളിപ്പെടുത്തി. ഓരോ പ്രാർത്ഥനയിലൂടെയും ലോകരാജ്യങ്ങളുടെ സുവിശേഷവൽക്കരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ യുദ്ധം ചെയ്തു. അതേ അഭിഷേകം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുന്നു. നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ അമേരിക്ക മുഴുവനെയും ഒരു ഉണർവിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടത് സ്വർഗം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ആ ബിൽഡിംഗ് പണിത വ്യക്തികളും എത്രയോ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനമായിരിക്കും. എംപറർ സ്റ്റേറ്റ് ബിൽഡിംഗ്, ന്യൂയോർക്കിലെ ട്വിൻ ടവർ, എത്രയോ അതുപോലത്തെ വലിയ സ്കൈ സ്ക്രേപ്പേഴ്സ് ഒക്കെ എത്രയോ ആയിരങ്ങളുടെ അധ്വാനമാണ്. പക്ഷെ ആ സ്കൈ സ്ക്രേപ്പേഴ്സിനെ നോക്കുമ്പോൾ അത് കാണത്തില്ല. ആ സ്കൈ സ്ക്രേപ്പർ നിൽക്കുന്ന രാജ്യത്തെ നമ്മൾ മഹത്വപ്പെടുത്തും. അതുപോലെ തന്നെ ദൈവരാജ്യം എന്ന സ്വർഗത്തിന്റെ സ്വപ്നത്തിൽ അനേകായിരങ്ങളുടെ സഹനങ്ങളുണ്ട്, നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളുണ്ട്. എന്നാൽ അതിന്റെ മധ്യേ സഭ പണിതുയർത്തപ്പെട്ട് നിൽക്കുമ്പോൾ സ്വർഗം നമ്മളെ നോക്കി പറയും, ഇതാ ദൈവത്തിന്റെ മക്കൾ ആത്മാവിലൂടെ ലോകത്ത് പണിതുയർത്തിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ കത്തോലിക്ക സഭ. ഈശോയിൽ പ്രിയമുള്ളവരെ, വലിയൊരു സന്ദേശം ഈശോ തരികയാണ്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ വലിയൊരു സഭ അമേരിക്ക മുഴുവനും നിറയുകയാണ്. ഈ അമേരിക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പോവുകയാണ്, ലോകത്തിൽ എഴുന്നേക്കാൻ പോവുകയാണ്. നമുക്ക് അമേരിക്കയിലുള്ള എല്ലാ ഡയോസിസിനെ സമർപ്പിക്കാം, ബിഷപ്പുമാരെ സമർപ്പിക്കാം, കാർഡിനൽ സമർപ്പിക്കാം, എല്ലാ അഭിഷേകം നിറയ്ക്കണമേ ഈശോയെ, നിറയ്ക്കണേ ഈശോയെ, നിറയ്ക്കണേ ഈശോയെ, ശക്തിപ്പെടുത്തണമേ സഭയെ ശക്തിപ്പെടുത്തണേ, സഭയെ ശക്തിപ്പെടുത്തണേ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി,
യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ. സ്തോത്രം ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ അമേരിക്ക കരം ഹല്ലേലൂയ 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 എങ്ങും വിളയാടത്തെ എങ്ങും കൂടി പാടത്തെ യേശുവിന്റെ ശക്തി അമേരിക്കയിൽ എങ്ങും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ യേശുവേ നന്ദി. കർത്താവേ തുടിക്കാൻ അമേരിക്കയെ വിശ്വസിക്കുന്നു. ആത്മാവ് നൽകിയ ലോകം അമേരിക്ക ഉയർത്തെഴുന്നേക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് യേശു കുറയത്ത് കുരിശിൽ ഉയർത്തെഴുന്നേറ്റ മാതിരി അമേരിക്ക ഉയർത്തെഴുന്നേക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവേ നന്ദി. കർത്താവേ മഹത്വം 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 യേശുവേ നന്ദി നന്ദി. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ ഈശോ ഇങ്ങനെ ഒരു ദർശനം കാണിക്കുന്നത് അമേരിക്ക ഇങ്ങനെ വരണ്ട ഒരു കാലഘട്ടം ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് സംവെയർ ലൈക്ക് ഡ്യൂറിങ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ഒന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് ഒരുപറ്റം ആൾക്കാർ ഒരു 100-150 വർഷങ്ങൾക്ക് മുൻപ് കൈകോർത്ത് പിടിച്ച് ഇന്ന് കടന്നു പോകുന്നതിലും ഭീകരമായ അവസ്ഥയിലൂടെ ആ രാജ്യം കടന്നുപോയെന്ന് പരിശുദ്ധാത്മാവ് പറയും. ആ കടന്നുപോയ കാലഘട്ടത്തിൽ കരങ്ങൾ കോർത്തു പിടിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു. ഈശോയിൽ പ്രിയമുള്ളവരെ, ചില ബുക്കുകളിലൊക്കെ പണ്ട് ഞാൻ വായിക്കുവാനിടയായി തീർന്ന ചില ബുക്കുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നത്, വീടുകളില് വീട്ടമ്മമാര് ആഹാരം പാകം ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലഘട്ടത്ത് അവരുടെ ദേവാലയങ്ങളില് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയം മുഴുവൻ പ്രകാശം വരുന്നത് കണ്ട് വീട്ടിലുള്ള കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇട്ടിട്ട് ദേവാലയത്തിലേക്ക് ഓടിയ വീട്ടമ്മമാരുണ്ടായിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. വീടിനകത്ത് ദേവാലയത്തിൽ പ്രകാശം, കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദേവാലയം മുഴുവൻ നിറയപ്പെടുമ്പോൾ വലിയ പ്രകാശം വരുന്നു. ആ പ്രകാശം കണ്ട് അത് അങ്ങനെ ദൈവത്തെ ജീവിതത്തിന്റെ 24/7 ആരാധിച്ച ഒരു സമൂഹം, ജീവിച്ച ഒരു രാജ്യമാണ്. അതേപോലെ ആരാധിക്കുന്ന ഒരു സമൂഹം ആ രാജ്യത്ത് എഴുന്നേൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിക്കുന്ന ഒരു ജനം, ഈശോനെ ആരാധിക്കുന്ന ജനം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് തിരുക്കുമാരനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ജനം. ഈശോയിൽ പ്രിയമുള്ളവരെ, വളരെ കുറച്ചുപേരെ നമ്മളുള്ളൂ. എന്നാൽ ഈശോ ആഗ്രഹിക്കുക ആ രാജ്യത്ത് നമ്മൾ ഒരേ ഹൃദയത്തിൽ ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ അഭിഷേകം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ വെളിപ്പെട്ട അഭിഷേകം വെളിപ്പെടുകയും ഇന്ന് ഈശോ തുടക്കത്തിൽ സംസാരിച്ച ആ വചനം, ആദ്യം ഈശോ നൽകിയ വചനം ഓർത്തിരിക്കുന്നുണ്ട്. ആദ്യം ഈശോ നൽകിയ വചനം, നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല, മാംസത്തിനോടോ രക്തത്തോടോ അല്ല നമ്മുടെ യുദ്ധം. അവർ ഫൈറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പാലിറ്റീസ്, ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്സിന് എതിരെയാണ് നമ്മുടെ യുദ്ധം. ദ ഈവിൾ വെപ്പൺസ് ഓഫ് വാർഫെയർ ഇൻ ദ ഹെവൻലി പ്ലേസസ്. അതിനെതിരെ യേശുക്രിസ്തുവിന്റെ സർവായുധം, അതായത് സ്വർഗത്തിന്റെ പടച്ചട്ട ധരിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം, എഫെസോസുകാരുടെ ലേഖനം, ഞാൻ അതൊന്നും കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എഫെസോസുകാരുടെ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വചനം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ആ വചനം ഞാൻ ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ, നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യവും ഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
സുവിശേഷ ബന്ധനസ്ഥനായ സ്ഥാനാപതിയാണല്ലോ ഞാൻ. സ്ഥാനാപതി he was self as an ambassador of the kingdom of God. പൗലോസ് പറയുക, ഞാൻ ദൈവരാജ്യത്തിന്റെ ഒരു അംബാസിഡർ ആണ്, ദൈവരാജ്യത്തിന്റെ അംബാസിഡർ ആണ്. ഇന്ന് ദൈവകരുണയുടെ ജപമാല ചൊല്ലി ഒരു രാജ്യത്തെ ഈശോ നമുക്ക് നൽകിയപ്പോൾ ആ രാജ്യത്തിന്റെ സ്പിരിച്വൽ അംബാസിഡർ ആണ് നമ്മളായിരിക്കുന്ന രാജ്യം. അയർലൻഡ് എന്ന രാജ്യം, പ്രാർത്ഥിക്കുന്ന രാജ്യം, ഈ രാജ്യത്തിന്റെ സ്പിരിച്വൽ അംബാസിഡേഴ്സ് ആണ് നമ്മൾ. അവിടെ നിന്നുകൊണ്ട് പൗലോസ്ലീഹായെ പോലെ ധൈര്യപൂർവ്വം വചനം പ്രഘോഷിക്കുവാനും അവിശ്രാന്തം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. വേറെ ഒന്നും നോക്കണ്ട. പൗലോസ്ലീഹയുടെ ജീവിതത്തിന്റെ ചുറ്റും ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും തടസ്സങ്ങളായിരുന്നു. ഒരിക്കലും പൗലോസ്ലീഹ ആ തടസ്സങ്ങളെ കുറിച്ച് ഈ ലേഖനത്തിൽ എഴുതിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ തടസ്സമാണ്, എന്റെ ജീവിതത്തിൽ ബന്ധനമാണ് ഒന്നൊന്നും പൗലോസ്ലീഹ പറഞ്ഞില്ല. എല്ലാ ബന്ധനത്തിന്റെ നടുവിൽ, ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവമാണ് എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ ബലിയായി തീർന്നത്. അവന്റെ ബലിയുടെ ശക്തിയാൽ എല്ലാ ബന്ധനങ്ങളും തകരും. അത്രമാത്രം ശക്തിയുണ്ട് പരിശുദ്ധ കുർബാനയ്ക്കെന്ന് ധൈര്യം പ്രഘോഷിച്ച വിശുദ്ധ പൗലോസ്ലീഹായോട് ചേർന്ന് നമുക്കൊന്ന് പറയാം, എന്റെ ജീവിതത്തെ സാത്താൻ വരിഞ്ഞു മുറുക്കിയ എല്ലാ ബന്ധനത്തെക്കാളും എല്ലാ കെട്ടുകളെക്കാളും അതിനെ തകർക്കുവാൻ എന്റെ ഈശോയുടെ മരണത്തിലൂടെ സ്ഥാപിതമായ പരിശുദ്ധ കുർബാനയ്ക്ക് ശക്തിയുണ്ട്. ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗത്തെ നിങ്ങൾ കുലുക്കുകയാണ് ചെയ്യുന്നത്. നരകത്തെ വിറകൊള്ളിക്കുന്നു. സ്വർഗത്തെ നരകത്തെ വിറകൊള്ളിക്കുന്നവരാകുവാൻ സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സ്വർഗത്തിന് വേണ്ടി നരകത്തെ കൊള്ളയടിക്കുന്നവരാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവകരുണയുടെ ജപമാല ചൊല്ലി നരകത്തെ കൊള്ളയടിക്കുന്നവരാകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. ദൈവമാതാവെ, നരകസർപ്പത്തിന്റെ തലയെ തകർത്തവളെ, ഞങ്ങളെ സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിൽ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയുടെ ശക്തി നാമത്തിൽ ഞങ്ങൾ അമ്മയുടെ മഹത്വം ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. അമ്മ ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി പറയുന്നു. അമ്മ വലിയൊരു ഇടപെടൽ ഇന്ന് ഇന്നേ ദിവസം തന്നെ വചനം പറയും, ഞങ്ങൾ അവകാശികളായ മക്കൾ പുരുഷനോട് ചേർന്ന്, ഈശോയോട് ചേർന്ന്, അമ്മയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അപ്പം കേൾക്കാതിരിക്കത്തില്ല. ഇതാണ് ഞങ്ങൾ അമ്മേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഇക്കാര്യം മൊത്തമായി സമർപ്പിക്കും. ഇത്രയും ദയുള്ള മാതാവേ, ഓടി വന്ന നിന്റെ സഹായത്തിന് അപേക്ഷയായിരുന്നവരെങ്കിലും നിങ്ങൾ കടപ്പെടുന്ന ലോകത്തിൽ കേൾക്കപ്പെട്ടുള്ള അമ്മയും ചെന്നമ്മയെ കന്യാസ്ത്രീ അന്യാസ്ത്രീയെ മാതാവെ ഉറക്കപ്പെടുന്നതിന്റെ പാർട്ടികൾ ഞാൻ വരുന്നു. പരിശുദ്ധ പരമാധികാരുടെ ഈശോയ്ക്ക് ഈശോയ്ക്ക് പരിശുദ്ധ പരമാധികാരുടെ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു പാട്ടും കൂടെ പാടി നമുക്ക് പ്രാർത്ഥന ക്ലോസ് ചെയ്യാം. മിന്റു, ആരെങ്കിലും ഒരു പാട്ട് പാടാം പരിശുദ്ധ അമ്മയുടെ? എനിക്ക്
ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ പാടും ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ ദൈവത്തിനു പാർക്കാൻ എന്റെ ഈശോയുടെ ആമേൻ. ശുഭിശേഷകാരികളുടെ വിസ്തോരിശകാലത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ രക്ഷിക്കുന്നതാണ് തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Praise the Lord. Thank you. Praise the Lord. Praise the Lord. Thank you very much.